വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. ടാറ്റ സിയാറ SUV വരും ആഴ്ചകളിൽ ഇന്ത്യൻ നിരത്തുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും അതിന്റെ ഔദ്യോഗിക ലോഞ്ച് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹ്യുണ്ടായി ക്രെറ്റ നിലവിൽ ആധിപത്യം പുലർത്തുന്ന മിഡ് സൈസ് SUV വിപണിയിൽ കർവ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ടാറ്റ മോട്ടോഴ്സ് സിയറയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. മാരുതി വിക്ടോറിയസ്, ഗ്രാൻഡ് വിറ്റാറ, കിയ സെൽറ്റോസ്, സ്കോഡ കുശാക്, ഫോക്സ്വാഗൻ, ടൈഗൺ, ടൊയോട്ട, ഹൈറൈഡർ, ഹോണ്ട, എലിവേറ്റ് എന്നിവയാണ് ഈ വിഭാഗത്തിലെ പ്രധാന എതിരാളികൾ. എല്ലാ എതിരാളികളോടും ശക്തമായി മത്സരിക്കുന്നതിനായി ടാറ്റ മോട്ടോഴ്സ് പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് എന്നീ 3 എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് SUV വാഗ്ദാനം ചെയ്യുന്നത്. ഔദ്യോഗിക സവിശേഷതകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ടാറ്റ സിയറ EV ഹാരിയർ EVയിൽ നിന്ന് പവർ ട്രെയിനുകൾ കടമെടുക്കാൻ സാധ്യതയുണ്ട്. ഡീസൽ പതിപ്പിൽ ഹാരിയറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 2 ലിറ്റർ ക്രയോടെക് എഞ്ചിൻ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 170 bhp കരുത്തും 350 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമാണ്. സിയറ പെട്രോൾ തുടക്കത്തിൽ പുതിയ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനായിരിക്കും വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ എഞ്ചിൻ ടാറ്റയെ കൂടുതൽ മത്സരാധിഷ്ഠിതമായ ആരംഭ വില കൈവരിക്കാൻ സഹായിക്കുന്നു. ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കൂടുതൽ ശക്തമായ 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ പിന്നീടുള്ള ഘട്ടത്തിൽ അവതരിപ്പിക്കും. ഈ 4 സിലിണ്ടർ മോട്ടോർ 5000 RPM-ൽ പരമാവധി 170 bhp പവറും 2000 RPM-നും 3500 RPM-നും ഇടയിൽ 280 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 2026 മോഡൽ വർഷത്തിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ 29 പുതിയതും പുതുക്കിയതുമായ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് ഐക്കോണിക് 2 വീലർ ബ്രാൻഡായ ട്രയംഫ് സ്ഥിരീകരിച്ചു. കമ്പനി ആഗോളതലത്തിൽ 1,41,683 മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്ത റെക്കോർഡ് സാമ്പത്തിക വർഷത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. 2019 മുതൽ 136% വളർച്ചയാണ് ഈ വർഷം കമ്പനി കൈവരിച്ചത്. ആസൂത്രണം ചെയ്ത 29 മോട്ടോർ സൈക്കിളുകളിൽ 7 എണ്ണം ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. TXP ഇലക്ട്രിക് യൂത്ത് ശ്രേണി, TF 450X ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ, സ്പീഡ് ട്രിപ്പിൾ RX എന്നിവയാണവ. ശേഷിക്കുന്ന മോഡലുകളിൽ നിലവിലുള്ള മോഡലുകളുടെ പുതിയ വകഭേദങ്ങളും ഒന്നിലധികം സെഗ്മെന്റുകളിലായി പൂർണ്ണമായും പുതിയ മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടും. കമ്പനി ഇപ്പോൾ 68 രാജ്യങ്ങളിലായി 950-ലധികം ഡീലർഷിപ്പുകളിലൂടെ പ്രവർത്തിക്കുന്നു. ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ബജാജ് ഓട്ടോയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സ്പീഡ് 400, സ്കാംബ്ലർ 400X എന്നിവയിലൂടെ ട്രയംഫ് അടുത്തിടെ വിജയം നേടിയിരുന്നു. 500 cc-ക്ക് താഴെയുള്ളതും വരാനിരിക്കുന്ന ഇലക്ട്രിക് മോഡലുകളുമായ 29 പുതിയ മോട്ടോർ സൈക്കിളുകൾ സമീപഭാവിയിൽ ഇന്ത്യൻ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രയംഫ് ഇന്ത്യ ഇതിനകം തന്നെ 5 യൂണിറ്റുകൾ മാത്രം പുറത്തിറക്കി സ്പീഡ് ട്രിപ്പിൾ RX പുറത്തിറക്കിയിട്ടുണ്ട്. 23.07 ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയുള്ള ഈ ലിമിറ്റഡ് റൺ മോട്ടോർ സൈക്കിളിന്റെ 1200 യൂണിറ്റുകൾ മാത്രമേ നിർമ്മിക്കൂ. പുതിയ ഇലക്ട്രിക് യൂത്ത് ലൈനപ്പായ TXP ശ്രേണിയാണ് ഒരു പ്രധാന ആകർഷണം. ഭാരം കുറഞ്ഞ ഫ്രെയിമുകൾ, പ്രീമിയം ഡിസൈൻ, സംയോജിത സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് യുവ റൈഡർമാർക്കായി സ്കെയിലബിൾ പ്രകടനവും മോഡുലാർ എർഗണോമിക്സും നൽകുന്നതിനാണ് 4 പുതിയ TXP മോഡലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിലേക്കുള്ള ട്രയംഫിന്റെ ആദ്യ പ്രവേശനമാണിത്. പുതിയ വിപണി അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം ഉൽപ്പന്ന നവീകരണവും ഗുണനിലവാരവും നിലനിർത്തുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ട്രയംഫിന്റെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ പോൾ സ്ട്രോഡ് പറഞ്ഞു. വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം.